ഏത് തരം ദുആയാണെങ്കിലും കോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഇസ്തിഗ്ഫാർ. അതെന്താണ്? കോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടൽ നേട്ടാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ളിയഖിൻ മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട വിധത്തിൽ ചെയ്താൽ ജഅലല്ലാഹു ലഹു, അല്ലാഹു ആക്കി കൊടുക്കും, മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, ഏത് ടെൻഷനും അല്ലാഹു തആല ആ ടെൻഷൻ നീക്കി കൊടുക്കും. വമിൻ കുല്ലി ളിയഖിൻ മഖ്റജൻ, ഏത് കുടിസിൽ നിന്നും പുറത്തേടാനുള്ള വഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു, അല്ലാഹുവിന് ഭക്ഷണം കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ അറിയാത്ത വിധത്തിൽ വന്നു തരും. എങ്ങനെ വന്നു അറിയില്ല, എങ്ങനെയോട് വന്നു. അതായത് ആ വരുമാനം നമുക്ക് കിട്ടുന്ന നമ്മൾ വിചാരിച്ചതേ അല്ല, പക്ഷെ അത് വന്നു. നമ്മളാലെ അവസാനം കുട്ടികൾക്ക് തുങ്ങിപ്പാടുക്കാനുള്ള പൈസ കയ്യിലുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചാണ്, പക്ഷെ ഒരു വഴിയിൽ വന്നു, നല്ലൊരു കയ്യിറായി. എങ്ങനെ വന്നു അറിയില്ല. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട വിധത്തിൽ ദായിമായി ഇസ്തിഗ്ഫാർ ചെയ്താൽ ജഅലല്ലാഹു ലഹു, അല്ലാഹുവിനാക്കി കൊടുക്കും, മിൻ കുല്ലി ഹമ്മിൻ, എല്ലാ ടെൻഷനിൽ നിന്നും ഫറജൻ ഉണ്ടാക്കി കൊടുക്കും, ടെൻഷൻ കൊടുക്കും. വമിൻ കുല്ലി ളിയഖിൻ, എല്ലാ കുടിസിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കും, മഖ്റജൻ, പുറത്ത് ചാടാനുള്ള വഴി. ആരവനെ കുടുക്കിയാലും അവൻ കുടുങ്ങൂല, രക്ഷപ്പെടാൻ വഴി കാണിച്ചു കൊടുക്കും, അല്ലാഹു കാണിച്ചു കൊടുക്കും. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ളിയഖിൻ മഖ്റജൻ വയർസുഖുഹു, അല്ലാഹുവിന് ഭക്ഷണം കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ അറിയാത്ത വിധത്തിൽ. ആ വരുമാനം എങ്ങനെ വന്നു എന്ന് അവൻ അറിയില്ല. ഇതാണ് എന്തിന്റെ നേട്ടം? ഇസ്തിഗ്ഫാർ നേട്ടം. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കോട്ടത്തിന് ഒഴിവാക്കണം, അതാണ് നേട്ടം. തിരിഞ്ഞില്ല. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്തേരണേന്നാണ്. പുറത്തേരണ്ട് കോട്ടല്ലേ, കോട്ടത്തിന് ഒഴിവായാൽ നേട്ടായി. മേലെന്ന് വെള്ളം വരുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ വരമ്പുണ്ട്, അതാണ് തട്ടിയാൽ മതി, താഴത്ത് വെള്ളത്തും. ആ വരമ്പ് തട്ടലാണ് എന്ത്? ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ വന്നാൽ പിന്നെ ഇങ്ങോട്ട് ഒഴുകിക്കോളും. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളെ ദോഷത്തുമ്പോ തടഞ്ഞു വെക്കും. എല്ലാവരും അല്ല, ഇബാദിൻ്റെത്, നമ്മളെപ്പോലത്തെ നമ്മൾ അള്ളാഹിന്റെ ആളാന്ന് പറഞ്ഞു നടക്കുന്നവരാണ്. അപ്പൊ പിന്നെ അള്ളാഹു തആലാക്ക് അള്ളാഹു റസൂലിന് മാനക്കേട് ഉണ്ടാക്കരുത്. നമ്മൾ ചെയ്യുന്ന ഏത് ദോഷവും അള്ളാഹു റസൂലിന് മാനക്കേടാണ്. അതിന് പേര് ആക്ഷേപിക്കുക ആരെയാണ്? അള്ളാഹു റസൂലിനെയാണ്. വേറൊരു പോലെയല്ലേ നമ്മൾ. അപ്പൊ നമ്മൾ ചെയ്യൂല എന്ന് പറഞ്ഞോടുകൂടെ ആ റഹ്മത്ത് വരാൻ വഴിയായി. അള്ളാഹുവിന്റെ ആളല്ലാത്ത ഒരുത്തനുണ്ട്, അവന് നേട്ടത്തിന് ഒരു വഴി ഉണ്ടാവില്ല, പരത്തി കൊടുക്കും, അതിനോട് അവിടെ കണക്കും കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ അള്ളാഹിന്റെ ആളുകളാണ്. അപ്പൊ നമ്മളിന്ന് അബദ്ധം സംഭവിച്ച നഷ്ടം മോശമായിരിക്കാണ്. മോശം ആക്ഷേപിക്കപ്പെടൽ, അങ്ങനെ പറയാം. ആക്ഷേപിക്കപ്പെടൽ ആരെയാണ്? അള്ളാഹു റസൂലിനെ. വലിയ അള്ളാഹിന്റെ ആളായി ഇറക്കണവനാവോ? വലിയ നബിന്റെ ആളായി ഇറക്കണവനാവോ? ആക്ഷേപിക്കപ്പെട്ടത് ആരെയാണ്? അള്ളാഹു റസൂലിന് മോശം ഉണ്ടായിട്ടല്ല, ജനം മോശപ്പെടുത്തി സംസാരിക്കൽ ആരെയാണ്? അള്ളാഹു റസൂലിനെ ആര് മോശമാക്കിയാലും മോശമാവില്ല, പക്ഷെ ജനം മോശമാക്കൽ അള്ളാഹു റസൂലിനെയാണ്. മനസ്സിലായോ? അപ്പൊ ഇനി ഞാനത് ചെയ്യൂല എന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതോടുകൂടെ എന്തിന് കാരണമായി? കോട്ടം തട്ടി, ഇനി നേട്ടം വന്നോളൂ. അപ്പൊ ഏത് ഇസ്തിഗ്ഫാറും എന്തിന് സബബാണ്? നേട്ടത്തിന് സബബാണ്. എന്താ ഇസ്തിഗ്ഫാർ? കോട്ട ഒഴിവാക്കൽ. അത് മതി എന്തിന്? നേട്ടത്തിന്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ ചിന്തിക്കണം. അപ്പൊ ദുആയിലെ ദുആ എന്ന് പറഞ്ഞാൽ ദുആ നല്ലോണം തല കൊടുത്ത് ചിന്തിക്കണം. എന്തിനാ ദുആ? കോട്ട ഒഴിവാക്കാനും നേട്ടം നേടാനും ഇതല്ലേ ദുആ. ആ ദുആനെ ഞാൻ പിന്നെ ചുരുക്കാണ്. എവിടേക്ക്? ഇസ്തിഗ്ഫാറിലേക്ക്. ദുആയിൽ 2 വശമുണ്ട്. ദുആ 2 എണ്ണം ചെയ്യണം. ഒന്ന് കോട്ട ഒഴിവാക്കാനും നേട്ടം നേടാനും. അതേസമയത്ത് തൗബയും ഇസ്തിഗ്ഫാറും ഒറ്റൊന്നും മതി. കാരണം കോട്ട ഒഴിവാനും കൂടെ നേട്ടം വന്നോളൂ. വലിയ സാധനമാണ് എന്ത്? ഇസ്തിഗ്ഫാർ. നല്ല ഉഷാറിലിരിക്കണം. നല്ല ഉഷാറാണെങ്കിൽ തന്നെ മൂളിയാൽ മതി. ഞാൻ ഇപ്പം ഇവിടെ കാട്ടിക്കൂട്ടിയ നിങ്ങൾ കണ്ടോ എന്താ ഞാൻ ചെയ്തത്? ഒരു മനുഷ്യന്റെ മൊത്തം ജീവിതത്തിന്റെ പർപ്പസ് ഓഫ് യുവർ ലൈഫ്
നിന്റെ ലൈഫിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ലക്ഷ്യം, നിന്റെ ഏത് ആക്ടിവിറ്റീസ്, ഏത് തരം ആക്ടിവിറ്റീസിൻ്റെയും ലക്ഷ്യം എന്താണ്? കോട്ട ഒഴിവാക്കലും നേട്ടം നേടലും ആണോ? അല്ലേ? അതല്ലാത്തൊന്നും ഇല്ല. ഞാനിവിടെ മുസ്താഫ് തുറന്നു വെച്ചാൽ എന്താ, ഒരു കോട്ട ഒഴിവാക്കാൻ ആയത്ത് ഓതുമണി കിട്ടൂല, അപ്പൊ നേട്ടത്തിന് മുസ്താഫ് തുറന്നു വെച്ചു. ആ കോട്ട ഒഴിവാക്കാൻ, ആ കോട്ട ഒഴിവാക്കി കിട്ടിയാൽ മുസ്താഫ് തുറന്നു വെച്ചാൽ ആയത്ത് വൃത്തിയായിട്ട് ഓതാം. അപ്പൊ എന്ത് കിട്ടി? നേട്ടം കിട്ടി. എന്തിനാ കൊണ്ടിടക്കണേ? വെച്ചെങ്കിൽ എന്ത് നേട്ടം നേടാൻ? 10 സെന്റ് ഭൂമി അവിടെ കണ്ട് 10 പൈസ ഉണ്ടെങ്കിൽ എടുത്തോളി, നാളെ മറിച്ച് വിറ്റാൽ ബ്രോക്കർ വിളിച്ചു. ഏതായാലും നിങ്ങൾക്ക് കാര്യമായ പണിയൊന്നുമില്ല, നടക്കില്ലേ? നാട്ടുകാർ വന്ന് ചീത്തയാണ്. അപ്പം പിന്നെ 10 റുപ്യ കിട്ടിക്കോട്ടെ. അപ്പം എന്തിനാ മൊബൈല്? നേട്ടം നേടാൻ. അല്ലെങ്കിൽ അമ്മായിനോട് വിളിച്ച് ആട് നടത്തുന്നു, നല്ല മട്ടൻ ബിരിയാണി, മട്ടൻ ചാപ്സും, നല്ല ഈ മട്ടൻ 65 വെച്ച് പൊരിക്കലും അടിപൊളിയാക്കാണ്. ഇന്ന് നോമ്പറക്കാൻ വരുമോ? ഓ ആയിക്കോട്ടെ. അപ്പം നമുക്ക് നല്ല മട്ടൻ കിട്ടി. മട്ടനും നല്ല മട്ടത്തിൽ തന്നെ മട്ടൻ തിന്നു. നല്ല മട്ടത്തിൽ തന്നെ നമ്മൾ മട്ടൻ എടുക്കും. എന്താ കാരണം? മൊബൈലുണ്ടായി. ഒരു 3 മണി വരെ അമ്മായി വിളിച്ച്, നമ്മളെ കിട്ടിയില്ല, അമ്മായി മൊബൈലില്ല. അപ്പം ബാക്കിയുള്ള കൂടി കൊടുത്തയച്ചു, ഓൻ വരുന്നില്ല എത്ര എന്ന് പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടായി. മനസ്സിലാണ്ട് പറഞ്ഞത്? കോട്ടൊഴിവായി. ഇങ്ങനെ പലതും എന്തും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന, പടച്ചോനെ അംഗീകരിക്കുന്ന ആളുകൾ അതിനുപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ദ്വാ. ആ ദ്വായിൽ രണ്ടും കൊണ്ടുവരും നമ്മൾ. എന്ത്? നേട്ടം നേടലും കോട്ട ഒഴിവാക്കലും. അല്ലാഹുവേ നേട്ടം തരണേ, റബ്ബേ കോട്ട ഒഴിവാക്കി തരണേ. ഞാൻ രണ്ടിനെയും ഞാൻ ഇസ്തിഗ്ഫാറിലേക്ക് ചുരുക്കാണ്. ഇസ്തിഗ്ഫാർ ആകുമ്പോൾ ഒന്ന് മതി. ഇസ്തിഗ്ഫാറിനെ ഒരാൾ പതിവാക്കി നടന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, ടെൻഷൻ ഒഴിവാക്കി കൊടുക്കും. എന്ത് മതി? ഇസ്തിഗ്ഫാർ ചെയ്താൽ ഇനി വേറൊന്നും ചെയ്യേണ്ട. ഇസ്തിഗ്ഫാറിൽ ടെൻഷൻ ഒഴിവാക്കി കൊടുക്കും. 2 മിൻ കുല്ലി ലീഖിൻ മഖ്റജൻ, ഏതൊരു കുടുക്കിൽ നിന്നും അവന് എക്സിറ്റ് കാണിച്ചു കൊടുക്കും. അതും കോട്ടാണ്. ലീക്കിൽ പെടുക എന്നുള്ളത്, ഒരു കുടിസിൽ പെടുക എന്നുള്ളത് അതും കോട്ടാണ്. അപ്പൊ അവിടെ കോട്ട ഒഴിവാക്കി കൊടുത്തു. അവൻ അറിയാത്ത വിധത്തിൽ റിസ്ക് കൊടുക്കും. ഇതെന്താ ഇത്? നീ അമേരിക്കയിൽ പോയി പഠിക്കണോ? നീ ഉദ്ദേശിക്കാത്ത വഴി കൂടി ഇങ്ങനെ വരും വരുമാനം. ഇതെന്താ? നേട്ടം. അപ്പൊ ഇസ്തിഗ്ഫാറിൽ എന്തുണ്ട്? ദുആയാവുമ്പോ വേറിട്ട് പറയണം, പഠിച്ചോനെ നേട്ടം തരണേ, പഠിച്ചോനെ കോട്ട ഒഴിവാക്കണേ. ഇസ്തിഗ്ഫാർ ഒന്നും വേണ്ട, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്തും കിട്ടി, നേട്ടവും കിട്ടി, കോട്ട ഒഴിവായി. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇസ്തിഗ്ഫാർ നബി വഴിയെ പോകാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. പറഞ്ഞുതരാം. സ്വലാത്തും ഹജ്ജും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. തുടങ്ങിയില്ലല്ലോ. നാളെ പ്രസവിക്കാൻ പോണ പശുവിൻ്റെ വീട്ടിൽ ചെന്ന് പ്രസവിച്ചോട്ടെ. നല്ലപോലെ ചിന്തിച്ചു. എവിടെയും നബിയാണ്. ആ നബിയാണ് നിന്റെ മർമ്മം. അതിൻ്റെ അപ്പുറത്തേക്ക് പോണ്ട. അള്ളാഹുവിലേക്ക് നിനക്ക് എത്താൻ കഴിയില്ല. നബി നിന്നെ അള്ളാഹുവിലെത്തിക്കും. അള്ളാഹുവിൻ്റെ വാതിൽ നിനക്ക് തുറപ്പിക്കാൻ കഴിയില്ല, നബി തുറപ്പിച്ചോളൂ. ഈ എവിടെ ചെന്നാൽ മതി. നബി ആരാ? അള്ളാഹുവിൻ്റെ അംബാസഡർ മറികടന്നിട്ട്, മനസ്സിലായില്ലേ? അംബാസഡറെ മറികടന്ന് പോകാൻ പറ്റൂല. അംബാസഡറെ മറികടന്നു പോകാൻ പറ്റൂല. അംബാസഡർ ഒപ്പിട്ടാലേ വിസയാവുള്ളൂ. വിസ എടുക്കാതെ പോയിട്ട് അവിടെ പോയി ഇറങ്ങിയാൽ വിസ നിർബന്ധമായ രാജ്യത്തിന് അതേ ഫ്ലൈറ്റിന് തിരിച്ചേക്കും. അങ്ങനെ തന്നെയല്ലേ? ആദ്യ രാജ്യം തിരിച്ചു. എന്തേ? അംബാസഡർ ഒപ്പുണ്ട്. അംബാസഡർ വെള്ളക്കടലാസിലാണ് ഒപ്പിട്ട് എന്നാലും മതി. അംബാസഡർ ഒപ്പുണ്ട്, സീലുണ്ട്. പിന്നെ അങ്ങോട്ട് കയറ്റാം. കള്ളനാണെങ്കിലും പെരുങ്കള്ളനല്ല. ഞാൻ ഒപ്പിട്ടു. ആര്? അംബാസഡർ. കള്ളനാണെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ തപ്പിക്കൊണ്ട് ബേജാറാണ്ട് കയറ്റിക്കൂടി. അംബാസഡർ ഒപ്പിടാതെ ആ രാജ്യത്ത് കയറാൻ കഴിയില്ല. വിസ നിർബന്ധമായ രാജ്യങ്ങൾ.
അല്ലെങ്കിൽ പിന്നെ ഓൺ അറൈവൽ വിസ ആയിരിക്കണം. അപ്പോൾ അവിടെ അംബാസഡർക്ക് പകരക്കാരൻ ഒരാൾ എയർപോർട്ടിലുണ്ടാവും. പിടിക്കപ്പെട്ടോ തിരിച്ചേക്കും, പറ്റാത്ത ആളാണോ തിരിച്ചേക്കും. അതാണ് ഓൺ അറൈവൽ വിസ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അംബാസഡർ ഇല്ലാതെ, അംബാസഡറുടെ കത്ത് കിട്ടാതെ, ഒപ്പ് കിട്ടാതെ ഒരു രാജ്യത്തേക്ക് അനുവദിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹളറത്തിലേക്ക് അംബാസഡറിലൂടെ പോകണം. ആരാണ് അംബാസഡർ? മുഹമ്മദ് മുസ്തഫ. എനിക്ക് എല്ലാ കോട്ടം ഒഴിവാക്കാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് ജാരി വഴി പറയണം, റസൂലുള്ള വഴി പറയണം. ഞാൻ ആയത്തോതി തരാം. സൂറത്തു നിസായിലെ നിസായിലുണ്ടായത് 63 64 ആയിരിക്കും. 63 64 വലോ അന്നഹും അവർ ഇല്ലലമോ അതിക്രമം ചെയ്തു, അംഫുസഹും അവരോട് തന്നെ. അങ്ങനെ ഒരു കൂട്ടർ അവരുടെ സ്വന്തത്തോട് അതിക്രമം ചെയ്താൽ എന്താ അതിക്രമം ചെയ്യുക? പലതും കുറ്റങ്ങൾ ചെയ്യുക. വിശ്വാസത്തിലെ കുറ്റം, കർമ്മത്തിലെ കുറ്റം, ഏത് തരം കുറ്റാണെങ്കിലും ഓരോന്നും ഇവിടെ പറയുന്നുണ്ട്. കർമ്മത്തിലെ കുറ്റം അപ്പുറത്ത് വേറെ ആയത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്തിലെ കുറ്റം നിഫാഖ്. ഏത് തരം കുറ്റാണെങ്കിലും, ഏത് തരം കുറ്റമാണെങ്കിലും അവരെന്ത് ചെയ്യണം? അവർ ഓരോ അന്നവും അവർ തീർച്ചയായും ആ ജനങ്ങൾ ഇല്ലമു അവർ അതിക്രമം ചെയ്തു, അംഫുസഹും അവരോട് തന്നെ. നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ ആർക്കെതിരാണ്? നമുക്കെന്തിനെതിരാണ്? അമ്മാമൻ സക്കുലത്ത് മവാസീനു അമ്മാമൻ നമ്മുടെ തുലാസ് കനം കുറയാൻ കാരണം എന്താ? നമ്മളെ കുറ്റം കൂടി. അപ്പൊ നമ്മൾ അതിക്രമം ചെയ്ത് ആരോട് തന്നെയാ? നമ്മോടാണ്. അങ്ങനെ ചെയ്താൽ ജാഊക അവർ അങ്ങയുടെ അടുത്ത് വരണം. ഏത് ദോഷികളും അങ്ങയുടെ അടുത്ത് വരണം. ഫസ്തഗ്ഫിറുല്ലാഹ, എന്നിട്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അപ്പോൾ റസൂലും പൊറുക്കലിനെ തേടും. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അപ്പോൾ അല്ലാഹു തൗബ ചെയ്തു കൊടുത്തവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. അവർക്ക് എല്ലാം ലാഹത്താവും. നബി തിരിച്ചു പോകുന്ന സമയത്ത് അവർ അവരുടെ നഫ്സിൽ അള്ളാഹു ഉണ്ട് അവർക്ക് ബോധ്യപ്പെടും. അവർക്ക് സ്വന്തം ശരീരത്തിൽ ഒരു ഖിഫത്ത് അനുഭവപ്പെടും. നല്ലപോലെ തലപൊടുത്ത് ചിന്തിക്കണം. മനസ്സിലായില്ല? അവരുടെ സ്വന്തത്തോട് അതിക്രമം ചെയ്താൽ ജാഊക അങ്ങനെ എടുത്തു വരണം. മനസ്സിലായോ പറഞ്ഞത്? നബിയുടെ ജീവിതകാലത്താണെങ്കിൽ മുനാഫിഖ് നബിയുടെ അടുത്ത് വരണം. നബിയുടെ ജീവിതകാലത്തല്ലെങ്കിൽ ഹൃദയത്തിൽ നബിയെ കൊണ്ടുവരണം. മനസ്സിലായോ? ഞാൻ നബിയിലേക്ക് മടങ്ങി. നബി അള്ളാഹുവിന്റെ അംബാസഡറാണ്. നബി കാണിച്ച മാതൃകയിൽ നിന്ന് അബദ്ധം എന്നിൽ പറ്റിയിട്ടുണ്ട്. ഞാൻ നബിയോട് അതിക്രമം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വലംതു സുന്നത്തമൻ അഹ്യൽ വലാമ ഇലാ അനിഷ്തഖത് ഖദമ, ഞാൻ അതിക്രമം ചെയ്തുവല്ലോ എന്ന് കവി പറഞ്ഞത് നബിയോട്. തഹജ്ജുദ് മുടങ്ങിയപ്പോഴാണ് കവി അങ്ങനെ പറഞ്ഞത്. നമ്മൾ അറ്റമില്ലാതെ ഞങ്ങൾ കുറ്റം ചെയ്തു. എന്തുകൊണ്ട് നമ്മൾ കുറ്റം ചെയ്തു? അത് നബിക്കെതിരാണ്. കാരണം നബി നമ്മളോട് ഒരു മാതൃക പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്റെ കയ്യിൽ ഒതുങ്ങിത്തരണേ. വാന്തും തഫല്ലത്തുന മിൻ യദയ്യ, നിങ്ങൾ ഇന്റെ കയ്യിൽ നിന്ന് ഊരിച്ചാടാൻ നോക്കണം കേട്ടോ. എപ്പോഴാണ് നബിയുടെ കയ്യിൽ നിന്ന് ഊരിച്ചാടാൻ നോക്കൽ? എപ്പോഴാണ് നമ്മൾ നബിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ ആരെ കയ്യിൽ നിന്ന് ഊരിച്ചാടാണ്? ഞങ്ങൾ ഊരമ്മ പിടിക്കാണ്, നിങ്ങൾ നരകത്തിൽ ചാടാതിരിക്കാൻ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഊർന്ന് ചാടാൻ നോക്കുക. അതിന്റെ അർത്ഥം നിങ്ങൾ എന്റെ കയ്യിലൊന്ന് ഒതുങ്ങിത്തരണം. അപ്പൊ നമ്മൾ കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ ഊരിച്ചാടാൻ നോക്കണം ആരെ കയ്യിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ആരെ കൈക്ക് മടങ്ങണം? റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക്. നബിയെ തെറ്റുപറ്റിയതാണ്. ഞങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്ത മാതൃകക്ക്, കാണിച്ച മാതൃകക്ക് ഞാൻ എതിരെതിരുണ്ട്. മനസ്സിലായോ? സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയെ ഖുദ് ബിയദിന്റെ കൈ പിടിക്കണേ. ഇപ്പൊ നമ്മൾ ഈ പരിപാടി തുടങ്ങിയതിന് മുമ്പ് പറഞ്ഞല്ലോ നബിയെ എന്റെ കൈ പിടിക്കണേ പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ യോഗ്യനല്ല, നമ്മൾ കുറ്റവാളിയാണ്. അപ്പൊ നബി കൈ പിടിക്കാതെ ഈ ക്ലാസ് എടുക്കാൻ കഴിയൂല. നേരായ വഴിക്ക്, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാവുള്ളൂ. നബിയെ എന്റെ കൈ പിടിക്കണേ, ഞാൻ അന്തല്ലാത്തവനാണ്,
നിങ്ങളെപ്പോലെ അല്ലാഹു തആല മാത്രം കൊടുത്തൊരു വ്യക്തി ഇല്ല. എന്റെ വഴി അങ്ങ് പിടിച്ചാൽ പിന്നെ എനിക്കൊന്നും പറ്റൂല. അങ്ങയുടെ കയ്യോ ഖിയാമത്ത് നാൾ വരെ ആരും പിടിക്കാൻ പറ്റിയ കയ്യുമാണ്. നിങ്ങളെല്ലാരും ഊരമ്മ ഞാൻ പിടിക്കുന്നുണ്ട്. മനസ്സിലായില്ല? ലോകാവസാനം വരെയുള്ള എല്ലാരും ഊരമ്മലും ആരും പിടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഊരിച്ചാടാൻ നോക്കാനേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരെ കയ്യിലേക്ക് മടങ്ങണം? ഈ വാക്കിൽ നിന്നാണ് ഇർത്തഖബത്തുണ്ടായത്. അന്തല്ലാത്തവർക്ക് ശിർക്കാൻ തോന്നും. മനസ്സിലായില്ലേ? ഈ മുനാഫിക്കങ്ങളെ പറ്റി ഇറങ്ങിയ ആയത്തല്ലേ? എടാ ഇജ്ജ് മുനാഫിക്കല്ലാന്ന് ആര് പറഞ്ഞു? ഞാൻ മുനാഫിക്കല്ലാന്ന് ആര് പറഞ്ഞു? അത് അവിടെയല്ലേ തിരിയുള്ളൂ. അവിടെ തിരിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആരെ എണ്ണീക്കോ, ആരെ കൂട്ടത്തിൽ എണ്ണീക്കോ? നാഫക്ക ഹൻളല മുനാഫിക്കാന്ന് ഹൻള റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് നാടാകെ നടന്നു പറഞ്ഞു. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു പറഞ്ഞു, നാഫക്ക ഹൻളല മുനാഫിക്കാണ് പറഞ്ഞു. എന്ത് ചോദിച്ചു? എനിക്ക് നബിൻ്റെ അടുത്ത് ഭയങ്കര ഇഖ്ലാസാണ്. വരി പോയാൽ ചെറിയും കളിയും പെണ്ണുങ്ങളും കുട്ടികളും തമാശയും ചാട്ടവും കളിയും. ഞാൻ മുനാഫിക്കാണ് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ ആലോചിച്ച് പറഞ്ഞു, നാഫക്ക അബൂബക്കരി ഞാൻ മുനാഫിക്കാണ്. ഇജ്ജ് മുനാഫിക്കാണെന്ന് എനിക്ക് തോന്നാത്തത് ഇജ്ജ് അമക്കായതുകൊണ്ടാണ്. ഞാൻ മുനാഫിക്കാന്ന് എനിക്ക് തോന്നാത്തത് അമക്കായതുകൊണ്ടാണ്. എങ്ങായി ആരുടെ മുനാഫിക്കല്ലാത്തത്? ആർക്കാ പറയുക ഞാൻ മുനാഫിക്കല്ല? പറഞ്ഞത് മനസ്സിലായോ? സിദ്ദീഖുൽ അക്ബർ ഞാൻ മുനാഫിക്കാന്ന് മനസ്സിലാ. പിന്നെ അത് തീരുമാനിക്കാൻ അവിടെ എത്തിയിട്ടല്ലേ? അത് അവിടെ എത്തിയിട്ട് തീരുമാനിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തുടങ്ങാൻ പറ്റൂലല്ലോ. ഞാൻ മുനാഫിക്ക അല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ കാട്ടി മുനാഫിക്കാണല്ലേ, ഞാൻ ഒന്നുകൂടി പോയി തരാം. നടക്കൂല. അപ്പൊ ഇപ്പൊ ലിസ്റ്റിൽ ആരും എണ്ണീക്കോ? മുനാഫിക്കങ്ങളെ പറ്റി പറയാത്തത് ഞാനും ഇയ്യും നമ്മളിൽ ആരായിട്ട് എണ്ണണം? മുനാഫിക്കളെങ്ങായി നമ്മളൊക്കെ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്തിട്ട് ഇവിടുന്ന് ഒന്ന് വാങ്ങി അവിടെ കൊടുക്കും. ഇത് മുനാഫിക്കിന് പണിയല്ലേ നമുക്കും? രണ്ട് മുഖമുള്ളവർ അന്ത്യനാളിൽ അധികരിക്കും. ഷജറിന്റെ കൂട്ടത്തിൽ കൂടിയ ഷജറൻ, മജറിന്റെ കൂട്ടത്തിൽ കൂടിയ മജറൻ. ജേതാണ്? ഷജറക്കാർ വിചാരിച്ചു ഷജറൻ, മജറക്കാർ വിചാരിച്ചു മജറൻ. ജാരാ ഷജറി അല്ലെ മജറൻ? മുനാഫിക്ക. മീനിന്റെ കൂട്ടത്തിൽ കൂടിയാൽ ഇത് എന്ത് ചെയ്യുന്നറിയോ? ബാലാട്ടി കൊടുക്കും. പാമ്പിന്റെ കൂട്ടത്തിൽ കൂടിയാൽ ഇത് തലങ്ങോട്ടി കൊടുക്കും. മനഞ്ഞില്ല മനഞ്ഞില്ല അറിയോ? മീനാണ്. ആയിക്കോട്ടെ, ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ്. ആയിക്കോട്ടെ, സാധനങ്ങൾക്ക് മനസ്സിലായില്ലേ? ചേതന്നല്ലേ? ഷജറിന്റെ എത്തിയ ഷജറാണ്, മജറിനെത്തിയ മജറാണ്. എനിക്ക് അവിടുന്ന് മുണങ്ങണം, ഇവിടുന്ന് മുണങ്ങണം. അങ്ങനെ ഒരു കൊടുക്കുന്ന കിറ്റ് എനിക്ക് വാങ്ങണം. അതിൽ ഷജറക്കാർ കൊടുക്കുന്ന കിറ്റ് എനിക്ക് കിട്ടണം, മജറക്കാരെ കുട്ടികൾ എനിക്ക് കിട്ടണം. എനിക്ക് നല്ല പെരുന്നാൾ കഴിച്ചു. എനിക്ക് അത്രയും ആവശ്യമാണ്. എനിക്ക് പെരുന്നാൾ ഉഷാറാണ്. ഷജറക്കാർ ചക്കത്ത് കൊടുക്കും, ഔജ് വാങ്ങും. മജറക്കാർ ചക്കത്ത് കൊടുക്കും, ഔജ് വാങ്ങും. ഷജറക്കാരെ മേളത്തിനും അയാൾ കാലും പറപ്പിച്ച് മേലൊക്കെ തിരിച്ചും, മജറക്കാരെ മേളത്തിനും അയ്യോ അങ്ങനെ തിരുത്തിരിക്കും. ജാരാ എനിക്ക് 25 മീറ്റർ തലയെ കെട്ടിട്ട് വെച്ച് പാള് മുനാഫിക്കാം. ഇവിടെ കിട്ടിയത് അവിടെ പറയും, അവിടെ കിട്ടി ഇവിടെ പറയും. ഇങ്ങനത്തെ ആളുകളാവും അന്ത്യനാളിൽ ഭൂരിപക്ഷവും. അതപ്പത്തെ പ്രശ്നം. ഇപ്പത്തെ പ്രശ്നം പറഞ്ഞില്ല. ഇപ്പത്തെ പ്രശ്നം എന്താ? ഏകദേശം ആളുകളൊക്കെ ആരാ? മുനാഫിക്കങ്ങളെ പറ്റിയുള്ള ആയത്താ. ഞാനൊക്കെ പഠിച്ച പൂർത്തിയാണെങ്കിൽ ആദ്യം മുനാഫിക്കിന്റെ കാഷ്ടൊന്ന് കൊരണല്ല എൻ്റെ തടിമെന്ന്. എനിക്ക് ആരെടുത്ത് പോകണം? സുൽത്താനത്തെ ആയത്ത് പറഞ്ഞട ചങ്ങായി. അപ്പൊ കണ്ണീരൊലിപ്പിച്ച് ഇർത്തൊക്കെ പത്ത് തന്നെ ചെല്ലണം. നബിയെ ഉള്ളിൽ കയറ്റിയിട്ട് മദീനത്ത് പോകണം. നബിയെ ഉള്ളിൽ കയറ്റി പോകണം. മദീനത്തെ ഷവർമ നാൻ പോയിട്ട് കാര്യമല്ല. അൽബൈക്കുണ്ട് ആ മദീനത്തിന് ചേർത്താൻ കഴിഞ്ഞാൽ അപ്പുറത്തിന് വലിയ അൽബൈക്ക് 10 റിയാൽ കൊടുത്താൽ മതി, 4 അൽബൈക്ക് കിട്ടും. അൽബൈക്കിന്റെ പ്രോസ്റ്റ് തിന്നാൻ വേണ്ടി മദീനത്ത് ഒരു കാര്യമില്ല. എൻ്റെ ഉള്ളിൽ ആര് കയറണം? പറയടേങ്ങായി റസൂലുള്ളാഹി കയറണം. മദീനത്തെത്തുമ്പോൾ അതിന് ചെരുപ്പഴിക്കണം. അങ്ങനെ മുഅ്മിനീങ്ങൾ പള്ളിയല്ലല്ലോ, മദീനൻ്റെ ഗേറ്റ് ആണ് ചെരുപ്പഴിക്കുന്ന ആളുകളുണ്ട്. ഞാൻ റബ്ബിൻ്റെ സഹായത്തിൽ ചവിട്ടിയിട്ടില്ല.
മനസ്സിലാണ്ട് പറഞ്ഞത്. മദീനന്റെ ഗേറ്റ്, മദീന പ്ലാറ്റ്ഫോമില്ലേ, പുറത്തെ പ്ലാറ്റ്ഫോം, അതിന്റെ ഗേറ്റ് എത്തുമ്പോഴത്തേനും ചെന്തി ഏറ്റവും അവസാനം ആ ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴത്തേനും എന്താക്കണം? ചെരുപ്പെടുത്തിന് നേരത്തെ കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ അവിടെ പറിച്ചേക്കണം. വരുമ്പോൾ പോയി 5 റിയാൽ ഇനിയും കൊടുക്കണം. ആയിക്കോട്ടെ, ജൈനും കൂടി 5 റിയാൽ കണക്കാക്കി ഇവിടുന്ന് പോയിക്കോ. മദീനത്തെ ഓരോ ദിവസം ചെരുപ്പ് വാത്തച്ചാൽ 5 റിയാൽ പോവും. ആയിക്കോട്ടെ, 5 റിയാൽ അതിനും കൂടി കണക്കാക്കി പോയാൽ മതി. ഓരോ വക്തും ജോലി ചെരുപ്പ് വയ്ക്കും, എന്നാലും എനിക്ക് ലാഭമാണ്. അതേ സമയത്ത് അവിടെ ചെരുപ്പിട്ട് കഴിയോട്ടിയാൽ എനിക്ക് നഷ്ടമാണ്. ആരാണാ കിടക്കണത്? അതെൻ്റെ വാപ്പയാണ്, എൻ്റെ റൂഹിൻ്റെ വാപ്പയാണ്. അനക്ക് രക്ഷപ്പെടുത്തി തരുന്ന ആളാ, എന്നെ മൂമിനാക്കുന്ന ആളാണ്. തിരിഞ്ഞില്ല, ജാരടാ മുനാഫിക്കാണ്, എന്നെ മൂമിനാക്കി തരുന്ന ആരാ? റസൂലുള്ള അർത്ഥം വെക്കാൻ മുസാഫിടുത്ത് നോക്കി അങ്ങനെ സാധിക്കാൻ ഇവർക്ക് ഓരോരുത്തർ മുസാഫിടുക്ക് ആയത്ത് നോക്ക് മുസാഫിടുക്ക് ആയത്ത് എന്താണ്? നിങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയാൽ മതി വന്ന് ഇരിക്കണേ, ആയത്തെടുക്കടോ. ആരുടെ മുനാഫിക്കല്ലാത്ത? ഒക്കെ മുനാഫിക്കല്ലേ. നാഫക്ക അബൂബക്കർ സിദ്ദീഖിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെ എങ്ങായി? ഞാൻ ആരുടെ എങ്ങായി? എൻ്റെ തലയെക്കെട്ട് മനുഷ്യന്മാരെ പൈസ അങ്ങനല്ലേ? എൻ്റെ ഉള്ളിൽ ആലോചിച്ച മുനാഫിക്കല്ലേ? എൻ്റെ ഉള്ളിൽ ആലോചിച്ച മുനാഫിക്കല്ലേ? ഞാൻ ഈ കോട്ടും കൊണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാനല്ലേ? കോട്ടിൽ നിങ്ങൾ വന്ന് ഇരിക്കൂല. നമ്മളെക്കാളോ എന്താ മുമ്പേ പ്രത്യേകത? കോട്ടും കൂടി എന്നാ പോവാ കാസിമിന്റെ ക്ലാസ്സിന് പോകുക. എന്താ ഇപ്പൊ മൂപ്പർക്കായിട്ട് പ്രത്യേകത? മൂപ്പർക്ക് ഒരു കോട്ടും കൂടി ആറോട് മൂപ്പര് എന്നാ പോവാ. അപ്പൊ ഞാനെന്തേ ഞങ്ങളാ മുന്നിൽ ആളാകാൻ വേണ്ടിയാണ് ഈ ചൂടത്തി കൂട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ പെണ്ണുങ്ങളെത്തിയ എല്ലാം കഴിച്ചു. കോട്ടുണ്ടാവില്ല, ഉപ്പായ ഉണ്ടാവില്ല. അപ്പോഴാണ് ഓർജിനൽ ഞാൻ. ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്ന പരിപാടികളാണ്. നിസാ 64 എടുക്ക്. നോക്ക് മുസാഫ് നോക്ക്. അതെ 64-ാമത്തെ ആയത്തിന്റെ പകുതി മുതൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ആ മുനാഫിക്കുകൾ അവർ അതിക്രമം പ്രവർത്തിച്ചു. അംഫുസവും അവരോട് തന്നെ. ഒരാൾ മുനാഫിക്കാവുക എന്ന് പറഞ്ഞാൽ അക്രമം പ്രവർത്തിക്കുക ആരോട് തന്നെയാണ്? ഓനോടാണോ ചെയ്യും? നരകത്തിന്റെ അടിത്തട്ട് കിടക്കേണ്ടി വരും. എന്നിട്ട് ജാഊക, മുനാഫിക്കിന്റെ ലക്ഷണമൊക്കെ നമ്മളെ മേലുണ്ടല്ലോ. എന്താണ് ഇല്ലാത്തത്? വർത്താനം പറഞ്ഞ അടിക്ക് നുണ കയറ്റും. ഖാന വിശ്വസിച്ചാൽ ചതിക്കും. വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. ഒക്കെ എന്താ നമുക്കില്ലാത്തത്? മനസ്സിലായില്ലേ? ഇവിടെ ഒരു മുഖവും വേറെ മറ്റൊരുത്തൊരു മുഖവും. ഇതല്ലേ നമ്മുടെ സ്വഭാവം. അപ്പൊ നമ്മൾ ആരെന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഞാൻ മുനാഫിക്കാന്ന് പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിനയാണ്. നമ്മൾ മുനാഫിക്ക് എന്നുള്ള ഒറിജിനലാണ്. അപ്പൊ നമ്മൾ മുനാഫിക്കാണെങ്കിൽ എവിടെ പോണം ചങ്ങായി? ലോകാവസാനം വരെയുള്ള മുനാഫിക്ക് രക്ഷപ്പെടണമെങ്കിൽ എവിടെ പോണടാ? അത് പറയടാ. ഇത് നബിന്റെ കാലം. ഇപ്പോഴും ആരടുത്ത് പോണം? നബിന്റെ അടുത്ത് പോണം. മദീനത്ത് പോകാൻ എനിക്ക് കഴിയൂലെങ്കിൽ പിന്നെന്റെ മനസ്സിൽ ആരെ കൊണ്ടുവരണം? ഹബീബായ നബിയെ ചതിച്ചു. മുസ്ലിമായി അഭിനയിച്ചു. ആരെപ്പ ചതിച്ചേ? പറ. അള്ളാഹു റസൂലിനെ ചതിച്ചേ. അപ്പൊ ആദ്യം ആരോട് കരയണം? റസൂലുള്ളാഹിനോട് കരയണം. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്യും? റസൂൽ അവർക്ക് പൊറുക്കണ്ട റബ്ബേ, സംഗതി പോക്കന്നെയായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു, ഒരു മാപ്പ് കൊടുക്ക്. ലവജദുല്ലാഹ, അപ്പോൾ അല്ലാഹുവിനെ നിങ്ങൾക്ക് എത്തിക്കാം. തവ്വാബർ റഹീമാ, കരുണയുള്ളവനായ, തൗബ സ്വീകരിച്ചവനായിട്ട്. എന്തേ എവിടെ വന്നു? റസൂലുള്ളാഹിനെ വന്നു. റസൂലുള്ളാഹി പറഞ്ഞ് മനസ്സിലാണ്ടോ? ഞാൻ മുനാഫിക്കല്ലേ? സിദ്ദീഖ് റളിയല്ലാഹുവിന് ഭംഗി വാക്കാം. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒറിജിനൽ വാക്ക് പറഞ്ഞാണെങ്കിലും നമ്മക്കത് ഭംഗി വാക്കാം. നമ്മൾ മുനാഫിക്കാറല്ലോ? ഒറിജിനൽ എവിടെ കൂടിയാലും വിത്തന ഉണ്ടാക്കും. മുനാഫിക്കുന്ന സ്വഭാവമല്ലേ അത്? നമ്മളെ സ്വഭാവമല്ലേ? എവിടെ കൂടിയാലും വിത്തന ഉണ്ടാക്കും. ഒരു പള്ളിക്കെ പറ്റി നമ്മളുണ്ടെങ്കിൽ അടിച്ചേ പിരിയുള്ളൂ. ഒരുത്തനും ഒരു ചങ്ങായും കൂടി കൂറുകാരായി നല്ല നിലക്ക് കച്ചവടം ചെയ്ത് ഇങ്ങനെ പോണിനടിയിൽ നമ്മളെയും കൂടെ കയറ്റിയാൽ നമ്മളെങ്ങനെയെങ്കിലും ഒരു തരത്തിൽ എടുക്കും. പിന്നെ മറ്റൊന്നും പിന്നെ നമ്മൾ കൊറ്റക്കാക്കും.
ധാരണ പാവ പക്ക മുനാഫിക്ക് അതിനലജി എന്നെ കുട്ടി കഴിഞ്ഞില്ലേ? ഒരു പരീക്ക് നോമ്പറക്കാൻ ചെന്നാണ് ഓൻ്റെ പെണ്ണുങ്ങളെങ്ങാനും എന്തെങ്കിലും കറി വിളമ്പി എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഓളെ കണ്ടാൽ എങ്ങനെയെങ്കിലും ഓളെ മാറ്റിയിട്ട് പിന്നെ എൻ്റെ താക്കും. പിന്നെ ഓളെയും കൊണ്ട് ചാടിപ്പോവും. അവസാനം കാര്യം തീർത്ത് അവസാനം എന്താക്കുന്നറിയോ? എൻ്റെ സ്വന്തമായിട്ട് കുറച്ച് കാലം മദ്രാസിലോ സ്ഥലത്തോ പാർക്കും. പിന്നെ നിലമ്പൂർ മൂത്തടുത്തൊക്കെ തന്നെ വന്ന് പാർക്കും. പിന്നെ എനിക്ക് ആകെ മുങ്ങിയക്കുളിരത്തില്ലേ എന്തേ പെണ്ണായത് ഓനക്കൊന്ന് നോമ്പറക്കാൻ വിളിച്ചു. അതോട് എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെതായി. എൻ്റെ പേര് എൻ്റെ വലിയ പപ്പാന്നോ എൻ്റെ പേരെന്താടാ? മുനാഫിക്ക്. അല്ലാഹു കാക്കട്ടെ. അല്ലേ സാറേ? അപ്പോൾ വല്ലവന്നഹും ഈ മുനാഫിക്കുകൾ അതിക്രമം ചെയ്തു അൻഫുസഹും അവരോട് തന്നെ. എന്നാൽ ജാഊക അവരാദ്യം ചതിച്ചതാരാ? ഇസ്ലാമാണ് ഞാൻ ഇറങ്ങി മെയിൻ അടിച്ച് നടക്കുക, നിസ്കാരം നോമ്പൊക്കെ അങ്ങനെ നടത്തുക. ഉള്ളിൽ ഇവൻ ആരാ? മുനാഫിക്ക്. എങ്കിലും അവൻ ആദ്യം ചതിച്ചതാരാ? മുത്തനബി യേശു. അവൻ ആദ്യം ആരെടുത്ത് വരണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന റസൂലുള്ളാഹി പറഞ്ഞാൽ ഉള്ളിൽ തട്ടിയില്ല. ഉള്ളിൽ തട്ടിക്കണമെങ്കിൽ ഈ കളിയും കളിക്കൂല. അപ്പൊ അവൻ ചതിച്ചതാരാ? നബി എങ്ങളെയാ. അപ്പൊ അവൻ ആദ്യം എൻ്റെ അടുത്തേക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നറിയാലോ വേണ്ട നിങ്ങളെടുത്ത്. ഇത് ആയത്താണടാ, ഹദീസാണെങ്കിൽ പറയാത്തുള്ള ഇപ്പൊ ആയത്തിനെ ലൈഫാക്കണ മെഷീൻ ഇറങ്ങിയിട്ടില്ല. സിദ്ദീഖുൽ അക്ബറിനെവരെയും കാഫറാക്കിയ ആളുകൾ ഇറങ്ങി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ്. നിങ്ങൾക്ക് വേറെ എളുപ്പമുണ്ട്. ആയത്താണത്. നോക്ക് ഒന്നുകൂടി. ഒരു വന്നഹും ഈ മുനാഫിക്കുകൾ ഇളമു അവരതിക്രമം ചെയ്തു അൻഫുസഹും അവരോട് തന്നെ. എങ്കിൽ ജാഊക അവർ അങ്ങയുടെ അടുത്ത് വരണം. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ് എന്നിട്ട് കരയണം. അല്ലാ ഞാൻ എൻ്റെ നബിനെ ചതിച്ചല്ലോ, അല്ലാ ഞാൻ എൻ്റെ നബിനെ ചതിച്ചല്ലോ എന്ന് എവിടുന്ന് പറയണം? റസൂലുള്ളാഹിന്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഇരുത്തിയിട്ട് പറയണം. അപ്പോൾ അത് കാണുമ്പോൾ ആരും പറയും. ഇന്ന് ജീവിച്ചിരിക്കുന്ന റൗളത്തു ശരീഫയിൽ ബഹുമാനപ്പെട്ട ഖുബത്തുൽ ഖദറാഇന്റെ താഴെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹബീബ നബി പറയും, നിന്റെ കണ്ണുനീര് ആത്മാർത്ഥാണെങ്കിൽ റബ്ബേ ഒന്നാന്റെ നാട്ടിലെ റഹ്മത്തുള്ളാഹി ആള് മോശമാണ് എന്നാലും കരഞ്ഞല്ലോ പുറത്തു കൊടുക്ക് എന്നും പറയും. ആര്? ഹബീബ റസൂലുള്ളാഹി. അപ്പോൾ പിന്നെ അവർക്ക് എത്തിക്കാൻ കഴിയും അള്ളാഹുവിനെ തവ്വാബൻ തൗബ സ്വീകരിച്ചവനായിട്ടും റഹീമൻ കരുണ ചെയ്തവനായിട്ടും. പിന്നെ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദം ഈ തൗബ സ്വീകരിച്ചതിന് ഫല. ചില മജ്ലിസ് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു റാഹത്ത് തോന്നുന്നുണ്ടല്ലോ. ആ മജ്ലിസ് റബ്ബ് കബൂലാക്കിന് അടയാളാണ്. ഒരു നോമ്പടെ കഴിഞ്ഞ നോമ്പിന്റെ അവസാനത്തെ ദുആ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. എല്ലാ കൊല്ലവും പറഞ്ഞു കൊടുക്കാറുണ്ട്. അള്ളാഹു നമുക്കൊക്കെ എനിക്കും ഞാൻ ഇക്കൂട്ടത്തിൽ ഏറ്റവും മോശം ഞാനാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പം നമ്മൾ അവസാനം ഇരിക്കണം ആ ദുആയും ബാങ്ക് പൊട്ടി കണ്ണീര് വാർക്കണ നേരത്ത് അവസാനത്തെ ബാങ്ക് ചൊവ്വാൽ 1 ബാങ്കാണ് തുളിച്ചു. ആര്? മുക്രി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ്. അപ്പം നമുക്കൊരു സുഖം. പിന്നെ ആ നോമ്പ് തുറക്കാനൊരു സുഖം. പിന്നെ പെണ്ണുങ്ങളെ കുട്ടികളെയും കാണാനൊരു സുഖം. പിന്നെ അമ്മായിനെയും ഒക്കെ ഒന്ന് പോയി കണ്ട് ഒരു 10, 100, 50 ഒക്കെ ഉറുപ്പ്യ അവനാർക്ക് നമ്മളെ കയ്യിൻ്റെ ശേഷി അനുസരിച്ച് പോലെ പെരുന്നാൾ രാവിലെ സന്തോഷിപ്പിച്ച് ഫിത്ർ സക്കാത്തൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അപ്പം നമുക്കൊരു അന്നൊരു സന്തോഷം. എന്തേ കാരണം? നമ്മളെ അമൽ അല്ലാഹു തആല കബൂലാക്കിന് അടയാളാണ് കാണുന്നത്. മറ്റേ ആ ഭാരം അപ്പുറം തൂങ്ങി അവിടെ കിടക്കും. ചിലപ്പോൾ ഭാരമല്ല, എന്തോ തടിമെന്ന് ഇറക്കി വെച്ച മാതിരി എന്ന് തോന്നാറില്ല ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഉണ്ടോ അല്ലേ? അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു അടയാളം അല്ലേ? ഒരു ദുആ കഴിഞ്ഞ് ഒരു കണ്ണുനീര് ഒലിപ്പിച്ച് പൊട്ടിയാണ് കരഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് കരയും, ചിലപ്പോൾ വന്ന് വൈകുന്നേരം കരയും. ഓക്കെ, പിന്നെ റാഹത്ത. അതിന് മുമ്പ് എന്തും നമുക്ക് റാഹത്ത് കിട്ടില്ല. പിന്നെ കുട്ടികളെയൊക്കെ കൂട്ടിയിരുത്തി ഒറ്റക്കൊന്നും തിന്നുന്ന എല്ലാവരും നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. എന്ത് ഭക്ഷണം കഴിക്കാം? ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. നമുക്ക് അവസാനത്ത് മുമ്പ് ഉറക്കാം. എല്ലാവരും ഒന്നിച്ചിരിക്കി നമുക്ക് ഒന്നിച്ച് മുമ്പ് ഉറക്കാം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? നമുക്ക് എന്തോന്ന് ഇറക്കി വെച്ചതുപോലെ തോന്നി. ആ സന്തോഷം. തുണി കുപ്പായൊക്കെ വാങ്ങാൻ കുട്ടിയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, ചെരുപ്പ് വാങ്ങാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുത്തിൻ്റെ ചെരുപ്പ് ശരിയായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ ചെരുപ്പ് അതിനേക്കാൾ നല്ല ചെരുപ്പ് വാങ്ങാൻ മൂത്ത മകനും കൂടി അത് കഴിഞ്ഞപ്പോൾ 1000 രൂപയും കൊടുത്ത് അങ്ങാടി കുറഞ്ഞു ഓളെ പറ്റി വാങ്ങി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? നമ്മളെ മനസ്സിന് എന്തോ ഇറക്കിച്ചു. അല്ലാഹു
സ്വീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇറക്കലാവൂല. ലവജതുല്ലാഹ, അപ്പോൾ അവർ അള്ളാഹുവിനെ എത്തിക്കും. ഫി അൻഫുസി, അവരെ ഉള്ളിൽ തന്നെ എത്തിക്കും. കാരണം അവർക്ക് വേണ്ടി ആര് തേടി? പറഞ്ഞില്ല മോനെ, ആയത്ത് നോക്ക്. അവര് പൊറുക്കലിനെ തേടിയാലും പോരാ, അവരെ അവസ്ഥ കണ്ട് ആര് പൊറുക്കലിനെ തേടണം? റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. റസൂൽ പൊറുക്കലിനെ തേടണം. ആ പഠിച്ചോനെ പുറത്തു കൊടുക്ക്. ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ട അവറാൻ കുട്ടിയാണ്, പുറത്തു കൊടുക്ക്. ഒരാൾ ചോനാനെയാ ചെപ്പ തിരക്കല്ല, നന്നായിട്ടുണ്ട്, പുറത്തു കൊടുക്കുന്ന ആര് പറയണം? അപ്പോൾ ലവജതുല്ലാഹ, അവരല്ലാ. അപ്പം മർമ്മ എവിടെയാ? അല്ലാതെ എവിടെ? ഞാൻ അപ്പം 2 സ്ഥലങ്ങൾക്ക് കാണിച്ചു. ഒന്ന് ദ്വാന്റെ മർമ്മ റസൂലാണ്. നബി അങ്ങയിലൂടെ അവരെന്നെ അന്വേഷിച്ചു വരണം. ഏറ്റവും വലിയ എല്ലാ കോട്ട ഒഴിവാക്കാനും എല്ലാ നേട്ടം നേടാനും മർമ്മ എന്താണല്ലോ? ഇസ്തിഗ്ഫാറല്ലേ? ആ ഇസ്തിഗ്ഫാർ കെട്ടിച്ച ആര് മേലാണ്? സുബ്ഹാന മേലാണ്. ഇത് വിശ്വാസത്തിലെ മോശത്തിലാപ്പി പറഞ്ഞു, കർമ്മത്തിലെ മോശത്തിന് അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നബിയാ റസൂലുള്ളാഹിനെ മാറ്റണ്ട.